എൻ്റെ ചിക്കൂസിനെ ഇപ്പം പഴയ പോലെ എപ്പോഴും കിട്ടാറില്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടണത്. അവൾ ഫുൾ ടൈം LPN ആയതിനു ശേഷം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെയും ഇന്നുമായിരുന്നു അവളുടെ ഓഫ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എവിടെ വന്നിരിക്കണേ? വെസ്റ്റ് എഡ്മണ്ടൺ മോളിലെ ഗാലക്സി ലാൻഡിലാണ് ഞങ്ങളുടെ ഇന്നത്തെ എൻജോയ്മെൻറ്റ്. അപ്പോൾ അവിടേക്ക് പോവാം. ഞങ്ങൾ വിചാരിച്ചിരുന്നു ഭയങ്കര തിരക്കൊക്കെ കുറവായിരിക്കുമെന്ന്, പക്ഷെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഏതൊക്കെ റൈഡ്സ് കിട്ടുമെന്ന് നോക്കാം. ആരോ അവിടെയാണ് പോകാൻ പോണേ. ഇനി സ്ലൈഡാണിത്. നമ്മുടെ ഐറൂട്ടിക്ക് കയറാൻ പറ്റുന്ന ഒരേ ഒരു റൈഡുള്ളത് ഇത് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറ്റാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. കുഞ്ഞാപ്പിക്ക് അത് തരാം കേട്ടോ. നമുക്ക് കുഞ്ഞാപ്പി ഒരു ഹായ് പറഞ്ഞേ. അരുമ പൂച്ചല്ലേ. നമ്മൾ ആക്ച്വലി 15 പോയിൻറ്റ്സാണ് കേട്ടോ എടുത്തത്. 15 പോയിൻറ്റ്സിന് $97 അടുത്തായി. എന്നാലും കുഴപ്പമില്ല, പിള്ളേർക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഐറൂനും റോണൂനും പൊക്കം വെച്ചിട്ട് കുറവായതുകൊണ്ട് തന്നെ എല്ലാ റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഐറൂന് ആകെ 2 റൈഡ്സാണ് കിട്ടിയത്. റോണൂന് ഒരു റൈഡും കൂടെ കിട്ടിയെന്ന് മാത്രം എക്സ്ട്രാ. എന്തായാലും അവർ എൻജോയ് ചെയ്തു കേട്ടോ. ആദ്യം പോയത് നമ്മൾ ഈ സ്ലൈഡിലാണ്. Arma, how was it? Good. Rona, how was it? Good. Did you guys enjoy? Yes. But it was very quick. That was very quick. I know. I want to go to that cave. Okay, we'll go there. അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് അവസാനം കണ്ടെത്തി നമ്മളൊരു ഡ്രാഗൻ്റെ റൈഡ് നമ്മുടെ ഐറൂട്ടിക്കും കൂടെ കയറാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം ക്യൂ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കയറാൻ പറ്റി. അവസാനം ഇവർ കയറുമ്പോൾ 4 പിള്ളേരെ ഉണ്ടായുള്ളൂ. എന്തായാലും അവർ എൻജോയ് ചെയ്തു. അതൊരു 5 വട്ടം റൗണ്ട് അടിച്ചു കേട്ടോ ഈ 4 പിള്ളേരെ വെച്ച്. ആദ്യത്തെ ഒരു 2 റൗണ്ട് അവർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് ബോറടിച്ചു, കാരണം ആ സെയിം റൗണ്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങിയപ്പോൾ. എന്നാലും അവരത് വലിയ കുഴപ്പമില്ലാതെ ഫിനിഷ് ചെയ്തു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആശാൻ പറഞ്ഞു കുറച്ച് ബോറടിച്ച അവസാനത്തെ ഭാഗം നിന്ന്. അത് കഴിഞ്ഞ് കയറിയത് ഈ ഒരു റൈഡാണ്. ഇതിൻ്റെ പേരെന്താ, ക്യൂട്ടി കോസ്റ്റർ. എനിവേസ് അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു നല്ലൊരു റൈഡായിരുന്നു. റോണുവിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം റോണുവും ചിക്കുസും പോയി. വീണ്ടും റോണുവിന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടും നമ്മുടെ കയ്യിൽ പോയിൻറ്റ്സ് എക്സ്ട്രാ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും ഞാനും റോണുവും കൂടെ പോയി. എനിക്കും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഞാനും റോണും ഇതിനു മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. അത് കുറച്ച് ഫാസ്റ്റായിട്ടും കുറച്ച് വളവും തിരിവും ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ളത് കൊണ്ട് അവനത് ശരിക്കും എൻജോയ് ചെയ്തു. റോണു, ഐറു, are you going to climb the rock? Yes. Are you excited? Yeah. Yes? What are you expecting? How long you can go up there? I'm not sure. You don't know? But you will try your best, right? To go touch it? Maybe, but it's your first try, but you can still try. Yeah? Hope for the best. Fingers crossed. Right? Rono, Iru, all the best. അങ്ങനെ റോക്ക് ക്ലൈമ്പിങ്ങിലേക്ക് വന്നേക്കാണ് റോണൂട്ടിനും ഐറൂട്ടിയും. അപ്പോൾ ആദ്യം തന്നെ അവരുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവർക്ക് ഇടാനുള്ള ബെൽറ്റ് അയാൾ ചൂസ് ചെയ്തത്. എന്തായാലും ആ ആളും ഞാനും കൂടെ റോണൂനും ഐറൂനും ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആദ്യം റോണൂൻ്റെ ട്രൈ ആയിരുന്നു. കുട്ടികളായതുകൊണ്ട് 2 പേരെയും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്യിക്കണ്ടെന്ന് പറഞ്ഞു ആൾ. ആക്ച്വലി ഇതിനകത്ത് 3 പേർക്ക് ഒരുമിച്ച് പോകാട്ടോ. എന്നിട്ട് മത്സരം പോലെയാണ്. ഏറ്റവും ആദ്യം മേളിൽ പോയിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ താഴെ ആ വൈറ്റ് കാണുന്നത് പോലെ മേളിലൊരു ബട്ടൺ ഉണ്ട്. അപ്പം അതിൽ ആരാണോ ഏറ്റവും മേളിൽ പോയി അതിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ ആൾ വിൻ ചെയ്യണം. അത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ എനിവേസ് റോണും ഐറും അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്താണ്. അപ്പോൾ ആദ്യം ആ ആൾ 2 പേർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് തിരിച്ചിറങ്ങി വരേണ്ടതെന്ന്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് റോണു കയറുന്നത്. റോണുവിന് അത്രയായിട്ടോ കയറാൻ പറ്റുള്ളൂ. പിന്നീട് കാല് പൊക്കി വെക്കാനുള്ള ഇത് കിട്ടുന്നില്ല അവന്. ഭയങ്കരമായിട്ട് അവൻ ഷിവറൊക്കെ ചെയ്ത് പേടിച്ചിട്ട്. പിന്നെ അവസാനം ആൾ പറഞ്ഞു ഓക്കെ ഇനി താഴെ ഇറങ്ങിക്കോ, മതി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഐറൂട്ടിക്ക് കൊടുത്തു അവസാനത്തെ ടേൺ. ഐറൂട്ടിക്ക് ടേൺ കൊടുത്തിട്ട് ഐറും ആദ്യമൊക്കെ ഇങ്ങനെ പുള്ളി പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കി താഴെ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങുന്നു. അങ്ങനെ നല്ല ഇതായിട്ടൊക്കെ പോയി. ഹൈറ്റ് പേടിയില്ലാത്ത ആളാണ് ആക്ച്വലി ഇവള്. പക്ഷെ എന്താണെന്നറിയില്ല, ഇതിൽ കയറിയപ്പോൾ മാത്രം എനിക്ക് തോന്നുന്നു ഹൈറ്റ് കുറവായിരുന്നുകൊണ്ട് കാല് പൊക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്തോ ആൾക്ക് പേടിയായിട്ട് ആൾ താഴേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ റോക്ക് ക്ലൈമ്പിങ് ഞങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഇനി പോകുമ്പം അവർ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. How was your experience? Good. We loved it. It was so good. Yeah? Yeah. How about the rock climbing? How was that?
Good. അങ്ങനെ ഫൈനലി ലാസ്റ്റ് 4 പോയിന്റ്സ് ഞങ്ങളിതാ ഗാലക്സി കിഡ്സിൻ്റെ അവിടെ കൊണ്ടുപോയി തീർക്കുകയാണ്. ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഞങ്ങളും എൻജോയ് ചെയ്യാൻ പോവുകയാണ്, അല്ലേ ചിക്കു? എൻ്റെ മക്കളെ തപ്പി വന്നാൽ പക്ഷെ മക്കളെ കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സ്ലൈഡിൽ ഇറങ്ങാമെന്ന്. അമ്മേ, കാര്യം ചെറുതാണെങ്കിലും പവർഫുള്ളാട്ടോ. മറ്റേ ജാവ സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണെന്ന് പറയണ പോലെ. അമ്മേ, ഇനി എങ്ങനെയാണാവോ കയറുക? ഇതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞ് കയറണം. ദേ ഈ കൊച്ചു കയറണ പോലെ. കർത്താവേ, ഞാനിതിൽ ഫിറ്റാവുമോ നോക്കാം. അതിലെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. അതാ ഇതിലേയും പോവാട്ടോ. അമ്മ കണ്ടുപിടിച്ച്. അയ്യാ, ഇനി നമ്മളിതാ ഇതിൽ കൂടെ പോയിട്ട് ചിക്കുവിൻ്റെ അടുത്തേക്ക് എത്തും. അമ്മ, അയ്യോ നമ്മി. ആ ചിക്കു, ഞാനെത്തി. റോണു, അയറു എൻ്റെ അയറു. Oh, I need ice. ആ അതേ വന്നു. ബാ, അയർമ എൻജോയ് ചെയ്തോ? അയറു വെസ്റ്റേൺ മിനിമാളിൽ എപ്പോൾ വന്നാലും നമ്മൾ ഈ VR ത്രില്ലാൻസിൽ പോകാറുണ്ട്. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ അവർ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം അവർ ചൂസ് ചെയ്തത് സ്വിങ് ആണ്. സ്വിങ്ങിൽ പോവാട്ടോ റോണു അയറു. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ഇപ്പം കറങ്ങിയൊക്കെ വീഴും. റോണുവിൻ്റെ സ്ക്രീമിങ് കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അയറുവിന് മാത്രം ഒരു വികാരമില്ല. അയറു ചിരിച്ചോണ്ട് നിൽപ്പുണ്ട്. This is scary. ഇപ്പൊ വികാരമൊക്കെ വന്നു തുടങ്ങി. Oh my God, this is so fun. Whoa. This is so fun. റോണുവിന് ഞങ്ങൾ ജൂനിയർ ചിക്കൻ ബർഗറും ഫ്രൈസും മേടിച്ചു. അയറുവിന് ഞങ്ങൾ ഫ്രൈസ് മാത്രമേ മേടിക്കാറുള്ളൂ പൊതുവേ. അതുകൊണ്ട് ഫ്രൈസ് മാത്രം മേടിച്ചു. അങ്ങനെ അവരിത് കഴിക്കുന്നു. ഞങ്ങളിത് കഴിഞ്ഞിട്ട് വേറൊരു കടയിൽ പോയിട്ട് ഞങ്ങളുടെ ഫുഡ് മേടിക്കും, അല്ലേ ചിക്കു? ഹിയർ കംസ് അവർ ഫുഡ്. ഞാനും ചിക്കൂസും ഓർഡർ ചെയ്തത് പുട്ടീനാണ് കേട്ടോ. പുട്ടീൻ വിത്ത് നോ ചിക്കൻ, വിത്ത് നോ മീറ്റ്, ബിക്കോസ് ഞങ്ങൾ നോയമ്പിലാണ്. പിന്നെ കുഞ്ഞാപ്പിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത്, ഓ ഹോട്ടാണോ അയറു? അയറൂട്ടിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ടെൻഡേഴ്സ് ആണ്. Spicy. It's not spicy, it's just so nice. And അവർക്കുള്ള കെച്ചപ്പ് റോളിന് പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ്. അവിടെ നിന്ന് കഴിച്ചില്ല. ഞങ്ങളുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്നത്തെ എല്ലാ എൻജോയ്മെൻറ്റും അടിച്ചുപൊളിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ചിക്കൂസിനെ വീട്ടിലാക്കാൻ വേണ്ടി തിരിച്ചു വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവും. പിള്ളേർ ഉറങ്ങിപ്പോയി. അവർ നന്നായിട്ട് നല്ലപോലെ ടയർഡായി കേട്ടോ. ഇന്ന് അടിച്ചു പൊളിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ചിക്കൂസിൻ്റെ ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചിക്കൂസ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ like, share and subscribe. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.